അപ്പോൾ എല്ലാവരും ചിരിക്കാൻ പോവാണ്. ഇവരൊക്കെയാണോ ചിരിക്കാൻ പോണേ കേട്ടോ. എങ്ങനെ ചിരിക്കാൻ? ആദ്യം ചിരിക്കാൻ പറഞ്ഞ ആരാ വരാൻ പോണേ? എല്ലാവർക്കും എന്നെ നമസ്കാരം. സത്യം പറഞ്ഞ സാധുക്കെ ജൈവ സാർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ 2 കണ്ണും കൂട്ടി ഇങ്ങോട്ട് വന്നതാണ്. ഷാജേട്ടാ, എനിക്കൊന്നും അറിയില്ല ഷാജേട്ടാ. ഈ പിറവത്തുകാരെ എന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഷാജേട്ടാ. എന്തൊക്കെയാണ് ഇവിടെ പരിപാടികൾ? കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഈ തൊട്ടടുത്തുള്ള ഈ ചായക്കടയിൽ ഞാൻ ഈ പരിപാടിക്ക് വന്നില്ല. അവൻ ഗ്യാസ് തീർന്നു പറഞ്ഞിട്ട് എനിക്കൊരു കാപ്പി പോലും തന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഫിലിപ്പിന്റെ ബ്ലൂബെറി പഠിപ്പിക്കാൻ നേരത്തൊക്കെ കയ്യും കാലൊക്കെ തട്ടി പൊട്ടി തെക്കരിക്കും. നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ വക്കീല് പാട്ട് വരാം. எல்லாருக்கும் வணக்கம். நான் விஜய் சேபஸ் வருஷம் பண்ணாமா. எப்படி இருக்கேன் எல்லாரும்? நல்லா இருக்கீங்களா? நல்ல ஒரு கைத்தொழில் கொடுக்க. நான் பிரிவத்துக்கு வந்திருக்கேன். ஃபர்ஸ்ட் டைமில் வந்திருக்கேன். எப்படி இருக்கேன் எல்லாரும்? நல்லா இருக்கீங்களா? സ്പോട്ട് ഡബിംഗ് ആണ്. സ്പോട്ട് ഡബിംഗ് തന്നെ ഇതിൽ പല താരങ്ങൾ കടന്നു വരും. അവർക്കൊന്നും ശബ്ദമില്ല. ഞാൻ ലൈവായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ശബ്ദം കൊടുക്കാൻ പോവുകയാണ്. സ്പോട്ട് ഡബിംഗ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇത് ആദ്യം വരുന്ന താരം ആരാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് ആദ്യം വരുന്നത്. ചെന്നൈയായിട്ടുള്ള മാച്ചസിൽ 24 വേണം, 20 റൺ വേണം. നമ്മുടെ സന്ദീപ് ശർമ്മ ബോളി ചെയ്യുന്നുണ്ട്, ജഡേജ സ്ട്രൈക്കിലുണ്ട്, ധോണി പേപ്പറിൽ നിൽക്കുകയാണ്. എടാ കഴിവറ മോനെ, നീ നിന്റെ കൂടുതലിനോട് വന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തെയും വെച്ചേക്കില്ല, നിന്റെ കൂടെയുള്ള ഒരുത്തനെയും ഞാൻ വെച്ചേക്കില്ല. നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും ഞാൻ പോക്കും. ഇത് ഡേവിയാ പറയുന്നേ, കേട്ടോടാ? എടാ സുനി, എടാ സുനി, എടാ സുനി. ഏത് സുനി? ആരുടെ സുനി? സുനിയൊക്കെ തട്ടി പേടിച്ച ആരടാ? ആരെന്റെ അപ്പനെ തല്ലാൻ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് നീ എന്നോട് ചോദിക്കടാ. ആരടോണാ? ഞാനടോണ് ഡോൺ സെബാസ്റ്റ്യൻ. എന്ത് തോന്നിയതാണ് നീ കാണിക്കുന്നത്? നിനക്കെന്താ ബോധില്ല? ഇത് പോലീസ് അച്ഛനോടല്ല, ഈ കിടന്ന് തൊണ്ടിയാ. ഞാൻ എന്ത് ചെയ്യണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. നീ ആക്രി കൊണ്ട് ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഏതോരത്തൻ ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടിൽ വന്നത്. പിന്നെ ആ ചത്ത ഇടവന്റെ ആക്രിക്കാരന്റെ അതോരെ നീ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുന്നേല് ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേല് നീന് ജോർജ് സാറിന് ഇനിയും കുറെ അറിയാനുണ്ടല്ല. നിന്റെ അപ്പനെ കൈവിട്ട് മാറ്റിട്ട് കുറച്ചാവുന്നേ ഉള്ളൂ. നീ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാ അത് തുന്നിക്കട്ടോ. നീ ആവശ്യം കാണിക്കാതെ നിന്റെ അപ്പനും ഉണ്ടാനുള്ള കൈവിട്ട് കാണും. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളെ പരസ്പരം കണക്ട് ചെയ്തുണ്ടാക്കുന്ന കഥയാണ് ഉത്തരദേശം. ആ കഥയിലെ ലോജിക്കിൽ നമുക്ക് ആവശ്യമില്ല തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിർത്തുകയാണ്. അവസാനം കിട്ടുന്ന കഥയായിരിക്കും യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം. അപ്പച്ചൂസ്. അതെ, അണ്ണം പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബന്ധുവിൻ്റെ ജ്യൂസ് വേണ്ടി പാറ്റയും മേടിച്ച് ഒളിക്കൊണ്ടായിരുന്നു. കമ്പനി 8 നില പൊട്ടി. അണ്ണന് പിന്നെ കൂടുതൽ ചേരാൻ പറ്റിയില്ല. പിന്നണ്ണൻ കടയിൽ നാട്ടിയോടടി. ഇന്ന് നേരത്തെ പോണം, നാളെ ഡീറ്റെയിൽ ആയിട്ട് മിണ്ടാം. അണ്ണോ ഗണ്ണെടുക്കാൻ വന്നു. ഗൺ തകോമതിൽവാ വേറെ തല്ലാനുണ്ടോ? എടാ മോനെ, രംഗച്ചേട്ടൻ കാണിച്ചു അമ്മാണ് ഓഫായെണ്ണ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്. ശ്രദ്ധിക്കുന്നുണ്ടെന്നാ. താനെന്ത് വർത്താനാ പറയുന്ന ജെയിംസ്? തനിക്കറിയാവുന്ന സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഒരു വറ്റ് കഞ്ഞി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതറിയാൻ വേണ്ടിയിട്ടാണോ താൻ ആദ്യം ഇതിന് ചോദിച്ചത്? താൻ പേടിക്കണ്ട, 500 വർക്കിൽ തന്നെയാണ് എൻ്റെ അപ്പൻ്റെ പേര്. എല്ലാവരും റിപ്പറെന്നും ക്രൂരെന്നും വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, ലഹരിയാണ്. ചുറ്റി കൊണ്ട് തലക്കടിക്കുമ്പോൾ തലയോട്ടി പുലരുന്ന രക്ഷയുണ്ട്. അതിൻ്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടി ആകുമ്പോൾ
ഈ നഗരത്തിന് ഗംഗയെ വേണ്ട. അവൻ വെറും ഒരു വേസ്റ്റാണ്. അല്ല, ഗംഗ നിന്റെ ആരാ? അവൻ്റെ കെട്ടിയോൾക്ക് പോലെ അവനെ വേണ്ട. പിന്നെ നീ എന്തിനാണ് അവനെ അന്വേഷിച്ച് നടക്കണം? അവനൊരു പേപ്പട്ടിയാടാ. പേ പിടിച്ച തെരുവട്ടി വീട്ടിൽ കയറി വന്നാൽ ചിലപ്പോൾ തല്ലിക്കൊല്ലും, അല്ലേ? ഉഷയോട് അങ്ങനെ ഒരു തരം സംസാരിക്കാൻ പാടില്ല. മുതലാളി ഇന്ന് പറഞ്ഞത് ഞാൻ വിട്ടു. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടായാൽ മുതലാളി പടവാക്കി ചില്ലിട്ട് ഞാൻ ചുവരിൽ കയറ്റും. എൻ്റെ സ്വന്തം ചിലവിൽ 6 അടി നീളത്തിൽ ഒരു കുളിയും എടുത്തു. ഇത് നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നെ പിടിച്ചിടാനുള്ള വെളിപ്പുണ്ട് ഇവിടുത്തെ ഒരു ജയിലുക്കുള്ള. ഈ സോഷ്യൽ മീഡിയ സൈബറൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. അതിൻ്റെ ചതിക്കുഴിന്ന് ഈ യുവതലമുറ രക്ഷിക്കണമെന്ന് നിൽക്കണം. മനസ്സിലായ? ഞാൻ നിന്റെ വാപ്പല്ല, അന്നകനാ. കണ്ടില്ലേ, ഇയാളെ കള്ളും കഞ്ചാവും കാരണം ഇയാളെ ഉമ്മ നരിച്ച് മരിച്ച് ഞങ്ങളെ മക്കളുടെ ജീവിതം ഇയാൾ കൂട്ടിച്ചോറാക്കി. കുഴിയിലിട്ട് കാലിൽ നീട്ടിയിരുന്നിട്ട് ഒരു സൗകര്യം തരൂല്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്തെങ്ങാനും പോകുന്നുള്ള പൂതി മനസ്സിൽ വെച്ചാൽ മതി. വീട്ടിൽ സോചം പോലെ പണിക്ക് പോകണോടാ. എന്ത് പണിയെടുക്കാൻ കണ്ടുകൂട്ടാൻ പോകണോടാ. എന്നെ നോവലേക്കാണ് സമയ സൗകര്യം എനിക്കില്ല. പിന്നെ കാശിന് തനിക്കാനാണോന്ന് എനിക്ക് നേർച്ചൊന്നുമില്ല. കഴിവില്ലേ കളഞ്ഞിട്ട് പോണമേ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീഴുന്നുണ്ടോ നോക്കി കരയിൽ നിൽക്കണം. ആദ്യം ഇവിടെ കരുത്ത നാൾ ജയിക്കും. ഒക്കെ ഭാഗ്യം പോലെയാ. കാലം എന്തൊരു അരസികനാണെന്ന്. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടകളി തന്നെയാ നല്ലത്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. പിന്നെങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്നേലെ ഉള്ളിലൊതുക്കി വിധി എന്ന കരുഷയം ആശ്വസിച്ച് നിശബ്ദനായിരിക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാണ്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെയും സങ്കുചിത മനസ്സിന്റെയും പ്രശ്നമാണ്. Better you try to change, Mr. Senior. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യ. ഷാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് കൊടുക്കുന്നു. ഒരു പോലീസുകാരനും പറഞ്ഞില്ല. நல்ல வேலை உன் பையன் போலீஸ்காரன் இருந்தால் தான் உயிரோட வச்சேன். என்னைக்கு அவதான் യൂസ്ഫുള്ളാണെന്ന് വെച്ചാൽ. ஆனால் എവരെ കാപ്പാത്തിടുന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. அதே 10 கோடி உங்கையில் கொத்து என்ன விட்டு சார் சொன்னால் விட்டுடியா சார்னு என்னை வீட்டுக்கு போய் சொல்லிட்டு எப்படி எங்கூட போனால் பிளான் பண்ணுவேன். அதானே சார்? சரி சார், ஒத்துக்கிறேன். நீ நல்லவனானு கெட்டவன். ஆனால் நல்லா கிடைக்கணும். கெட்டவன் இல்லை சார். கெட்டவங்க அதை கேளு சார். நல்லா இருக்கு, சாரசமாக இருக்கு, நல்ல ட்விஸ்டாக இருக்கு. நான் சொல்கிறேன், நீ கேளு. அது என்னடா சொன்னாப்ப? என்ன பிடிச்சவனெல்லாம் சொல்ல போகிறேன். என்ன பிடிச்சவனத்தை கோடி பேர் கேட்டா வெளியில். ஆமாம் நேசன், நான் செஞ்சதெல்லாம் வெளியில் சொல்ல முடியாது. சீக்கிரத்தை எனக்கு சக்சஸ் இருக்கு, ஆனால் வெளியில் சொல்ல முடியாது. சொல்ல மாட்டேன். ஏன்னா நான் நேர்மையான கொம்பேன். என் பையன் சத்ததுக்கான ரிவெஞ்ச் ஒன்று இருக்கிறீங்களா? யார் சார்ந்த சந்தனம்? வெறும் கருவி சார். எனக்கு இதில் கையில் பவர் இருக்கிற என்ன படம் சந்தனம் தான். சத்து படம் பேரு പ്രപഞ്ചം. പെത്തവനോட പേര് വിക്രം. വിനീത ചെന്ന ഇവരൊക്കെ കാണാൻ സാധിക്കും. അവരുടെ പേര് വല്ലതും അറിയോ? അലിൻ ജോസ് പെരേരനൊക്കെ അറിയോ? അദ്ദേഹം ഇവിടെ വരികയാണെങ്കിൽ ഒരു പാട്ടൊക്കെ പാടുമായിരിക്കും. അദ്ദേഹം എങ്ങനെയായിരിക്കും പാടാം? സ്നേഹമെന്ന രണ്ടക്ഷരമല്ല, മണ്ണും പിണ്ണം സ്നേഹിക്കുന്ന പോലെ നമ്മുടെ LDFന് എല്ലാവരും വോട്ട് ചെയ്യൂ. ഇങ്ങനെയായിരിക്കും പറയാനുണ്ടാവുക. അദ്ദേഹം മാത്രമല്ല, നമ്മുടെ ആറാട്ടണ്ണനും ഉണ്ടാവും.
ഞാൻ വന്നില്ല. ഞങ്ങൾക്ക് നമസ്കാരമില്ല. അല്ല ജോസഫിനെ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടിരിക്കുന്നില്ല. എനിക്ക് അതിലൊരു പ്രശ്നമൊന്നുമില്ല. എന്നാലും ഒരുപാട് ക്യാമ്പയിൻ നടക്കുന്നില്ല. സോഷ്യൽ മീഡിയ ഇനി ഒരുപാട് തെരി വന്നിട്ടില്ല. എല്ലാവരും LDF വോട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം, താങ്ക് യു. ഇങ്ങനെയൊക്കെ അദ്ദേഹം സംസാരിക്കുക. ഇന്ന് ചോദിക്കണം, ഇവിടെ എത്ര ലാലേട്ടൻ മാച്ചാണ്? അവരൊന്ന് ഉറക്കെ ഒന്ന് പോവാമോ? ഇവിടെ മൊത്തം ലാലേട്ടൻ മാച്ച് ആണ്. അപ്പോൾ നിങ്ങൾ നേരെ ഇനി കാണാൻ പോകുന്നത് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു കിടിലൻ പരിപാടിയാണ്. ഇത് നിങ്ങൾക്ക് TV ചാനൽസിൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ലൈവായിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഇന്ന് ഈ വേദിയിൽ ഉണ്ടാക്കിയാണ്. ബിഗ് ബോസ് എന്ന വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാമോ? നമ്മുടെ ലാലേട്ടൻ കടന്നു വരുന്നു. ലാലേട്ടന് ഒരു കിടിലൻ കൈയടി കൊടുക്കാം നമുക്ക്. ഓഡിയോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 കോപ്പസെൻറ്റഡ് ബൈ JB ലൂക്രിയൂസ്. എന്തായാലും ഈ പരിപാടി പിറവത്ത് സംഘടിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സാബു കെ ജേക്കബാണ്. സാബു കെ ജേക്കബ് സാറിന് വലിയൊരു വിജയാശംസകൾ നേരുന്നു. എന്തായാലും നല്ലൊരു വിജയം അദ്ദേഹത്തിന് കഷ്ടമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിറവത്തിലെ ഒരു മികച്ച ഒരു MLA ആയി തീരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. വീക്കെൻഡിൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്പി സെല്ലുകളുണ്ടായിരുന്നു. എന്നാൽ ഈ പരിപാടിക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വരികയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ. നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. അദ്ദേഹത്തിന് നല്ലൊരു അഭിവാദ്യങ്ങൾ കൊടുത്തുകൊണ്ട്, നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മളെ ഭയപ്പെടുത്താനും നമ്മളെ ഭീഷണിപ്പെടുത്തുവാനും വേണ്ടി പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് എന്താണ് കൈയടിക്കാൻ അല്പം? കാരണം നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ പാതയിലാണ് നമ്മുടെ നാട്. നമ്മുടെ നാട്ടിലെ നാട്ടുകാർ കേരളത്തിൽ ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. ഈ വേദിയിൽ വന്ന് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള യുവാക്കളുടെ ഹരമായ ഒരു നായക നടനാണ്. അദ്ദേഹത്തിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ കാണാനുള്ളൊരു ഭാഗ്യം ഇപ്പോഴാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. നസ്ലിനാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹലോ. അല്ലേ, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞോട്ടെ ചേട്ടന്മാരെ. പറഞ്ഞ കുഴപ്പമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊരു സീരിയസ് ആയിട്ടുള്ള പരിപാടിയാന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഇങ്ങനെ ഭയങ്കര മസിൽ പിടിച്ചിരിക്കണം. അതിൻ്റെ ഒരു ആവശ്യമില്ല. നല്ലൊരു കയ്യടിയാണ് നമുക്ക് വേണ്ടത്. ഈ കയ്യടികൾ കിട്ടുമ്പോണ്ടല്ല എനിക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വളരെ. ഫ്രണ്ടിലൊരു ചേട്ടനുണ്ടല്ലോ, ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം. തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശബ്ദം അനുകരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അനുകരിക്കുന്ന ഏറ്റവും വലിയ കഠിനമായിട്ടുള്ള ശബ്ദം. അതായത് ഇങ്ങനെ ശബ്ദം അനുകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത്. ഇങ്ങനെയായിരിക്കും ശബ്ദം. കാറ് വാങ്ങിക്കാനുള്ള ആൾ ഇനിയും ലേറ്റാകത്ത്. ഇങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തൊരു സമയം പറയാം. നമ്മൾ കറക്റ്റ് സമയത്തുമ്പോൾ അവർ പറയും ഓൺ ദ വേ, ഓൺ ദ വേ എന്ന്. അവറ്റകളെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ടും വെച്ച് കാച്ചും ഓൺ ദ വേ. അപ്പം നല്ലൊരു കയ്യടി ആവാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെയാണ് ഇനി അവതരിപ്പിക്കാൻ പോകുന്നത്. മോട്ടിവേഷൻ എന്നൊരു വീഡിയോ ഉണ്ട്, അതൊന്ന് പ്ലേ ചെയ്യാം. ഇവർ രണ്ടുപേരെ നിങ്ങൾ എവിടെയും കണ്ടോ? ഇദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് പറയാമോ? ഗോപിനാഥ് മുതുകാട്. ഇദ്ദേഹത്തിൻ്റെ പേര് അറിയില്ലായിരിക്കും, പക്ഷേ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അല്ലേ? കണ്ടിട്ടുണ്ട്. ഇത് അമേരിക്കയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇങ്ങനെയാട്ടോ. നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെ ന്യായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കഥ എത്ര സത്യസന്ധമാണെങ്കിലും പലപ്പോഴും അതിനൊന്നും വലിയ പ്രസക്തിയില്ല. നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് 100 കാരണങ്ങളുണ്ട്. പോകാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് 1000 കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വാർത്ഥതയ്ക്ക്, ചതിക്ക്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിന് പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുള്ളൊരു നാടാണത്. അതുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കുക. നന്ദി, നമസ്കാരം. ഇങ്ങനെയല്ലേ ശബ്ദം അദ്ദേഹത്തിൻ്റെ അല്ലേ? നല്ല കൈഡി തരാം ഇങ്ങനെയാണെങ്കിൽ മാത്രം. ഇനി അടുത്തത് നമ്മുടെ മുതുകാട് സാറാണ്. മുതുകാട് സാറിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേൾക്കാം. ഇങ്ങനെയായിരിക്കും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നൊരു ചിത്രശില്പമായി മാറി പാരി നടക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ.
നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കാൻ സാധിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരോ പറഞ്ഞ പോലെ നമുക്ക് ചിതയിൽ നിന്ന് എഴുന്നേറ്റ് പോകാം, പക്ഷേ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും എഴുന്നേറ്റ് പോകാൻ സാധിക്കില്ല.